പരമ്പരാഗത സ്വർണ്ണമടക്കം 2 കോടിയുടെ കവർച്ച നടന്നിട്ടും കവടിയാർ കൊട്ടാരത്തിലെ സ്വർണ്ണ കവർച്ചയിലെ അന്വേഷണം എങ്ങുമെത്തിയില്ല. പ്രത്യേക അന്വേഷണ സംഘം തെളിവ് ശേഖരണം നടത്തിയിട്ടും മോഷ്ടാവിലേക്ക് അന്വേഷണം എത്തിയിട്ടില്ല. ഇതോടെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ എത്തുമെന്നാണ് വിവരം. MS വീണ ഒപ്പം ചേരുന്നു. വീണ, 2 കോടി വില വരുന്ന അമൂല്യ രത്നങ്ങളടക്കം പവിഴമടക്കമുള്ള സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ പോലീസിന് ഇപ്പോഴും ഒരെത്തും പിടിയും കിട്ടിയിട്ടില്ല. തെളിവുകൾ ശേഖരിച്ചുവെന്നും കേൾക്കുന്നു. എന്തുകൊണ്ട്? കൃഷ്ണരാജ്, ഈ ഒരു പരാതി നൽകിയിട്ട് 3 ദിവസം പിന്നിടുകയാണ്. പേരൂർക്കട പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചുവെങ്കിൽ പോലും കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് നഷ്ടപ്പെട്ട 2 കോടി രൂപ വില വരുന്ന പൗരാണിക ആഭരണങ്ങൾ എവിടെ എന്നുള്ളൊരു ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് പരമ്പരാഗതമായി തലമുറകളായി കൈമാറി വരുന്ന ആഭരണങ്ങളാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ ഒരു ഏകദേശ വിലയെന്ന തരത്തിലാണ് 2 കോടി രൂപ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ഒരു സ്വർണ്ണത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ആഭരണത്തിൻ്റെ മൂല്യമായി കണക്കാക്കപ്പെടുന്നത്. പക്ഷേ പവിഴങ്ങളും രത്നങ്ങളും ഒക്കെ പതിപ്പിച്ച അപൂർവ ശേഖരണത്തിൽപ്പെട്ട ആഭരണങ്ങളായതിനാൽ തന്നെ അതിന് മൂല്യം ഇനി ഏറുമെന്നുള്ള വിവരം കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ നിന്ന് മൊഴിയെടുത്തു. ഒപ്പം തന്നെ CCTV ക്യാമറകൾ കൊട്ടാരത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഒക്ടോബർ നവംബർ മാസത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു മോഷണം നടന്നതെന്നുള്ളതാണ് ഈ ഒരു പരാതിയിൽ പറയുന്നത്. മാസങ്ങൾ പിന്നിട്ടിട്ട് ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയത്. പക്ഷേ പരാതി നൽകി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇതുമായി ബന്ധപ്പെട്ട മോഷണം മുതൽ ആരാണ് കൊണ്ടുപോയത്, അല്ലെങ്കിൽ മോഷ്ടാവ് ആരാണ്, ആ സ്വർണം എവിടെ എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. ക്രൈംബ്രാഞ്ചിലേക്ക് അന്വേഷണം കൈമാറുവാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാരണം സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ട്, CCTV ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. കൊട്ടാരവുമായി അടുപ്പമുള്ളവർ അല്ലെങ്കിൽ കൊട്ടാരത്തിലെ മുറികളെക്കുറിച്ചും അവിടുത്തെ സാഹചര്യങ്ങളെക്കുറിച്ചും ഒക്കെ കൃത്യമായി ബോധ്യമുള്ള ഒരാളാണ് മോഷണം നടത്തിയതിന് പിന്നിലെന്നാണ് പോലീസ് പറയുന്ന ഭാഷ്യം. പക്ഷേ എന്തുകൊണ്ട് ഈ ഒരു പ്രതിയെ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം കൂടി അവശേഷിക്കുകയാണ്. മൊഴിയെടുത്തിട്ടുണ്ട്, ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. സംശയാസ്പദമായ ആരെങ്കിലും കൊട്ടാരത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ മൊഴി എടുക്കേണ്ടതല്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിലനിൽക്കുകയാണ്. നിലവിൽ ആ ഒരു മാസക്കാലത്ത് കൊട്ടാരത്തിൽ എത്തിയവരുടെ മൊഴികൾ എടുത്തിട്ടുണ്ട്. അവിടെ താമസിക്കുന്നവരുടെ മൊഴികൾ എടുത്തിട്ടുണ്ട്. ചില യൂട്യൂബർമാർ ഇന്റർവ്യൂ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കൊട്ടാരത്തിൽ എത്തിയിരുന്നു. അവരുടെ അടക്കം ലിസ്റ്റ് എടുത്തുകൊണ്ട് അവരിൽ നിന്നടക്കം വിവരങ്ങൾ ശേഖരിക്കുകയാണെന്നാണ് പോലീസ് നിലവിൽ പറയുന്നത്. പക്ഷേ ഇത് ഒരു കൊട്ടാരത്തിൻ്റെ സ്വർണ്ണമെന്നോ അല്ലെങ്കിൽ ഒരു വ്യക്തി കരുതുന്ന അല്ലെങ്കിൽ കരുതി സൂക്ഷിക്കുന്ന സ്വർണം എന്നതിലപ്പുറം പൗരാണികമായി പ്രാധാന്യമുള്ള, അതുപോലെ തന്നെ വർഷങ്ങളായി കൈമാറി വരുന്ന ഒരുപാട് പ്രാധാന്യമുള്ള ആഭരണങ്ങൾ കൂടിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. നിലവിൽ 2 കോടിയുടെ ആഭരണങ്ങളാണ്, വില വരുന്ന ആഭരണങ്ങളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ബാക്കി സ്വർണ്ണങ്ങൾ അവിടെ നിന്ന് മാറ്റിവെക്കുവാനും പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കിയുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയെന്നാണ് പറയുന്നത്. നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന മറ്റൊരു വിവരം, 2ാം നിലയിലെ കിടപ്പുമുറിയിലെ ഇരുമ്പലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ, അതായത് ഇരുമ്പലമാരയിലെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. നമ്മൾ സാധാരണഗതിയിൽ ഇക്കാലഘട്ടങ്ങളിൽ കാണുന്ന അലമാരകളെ പോലെയല്ല അതെന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അലമാരയാണ്, അത് പ്രത്യേക തരത്തിൽ നിർമ്മിച്ചതാണ്. അതിൻ്റെ താക്കോലിനടക്കം ചില പ്രത്യേകതകൾ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഈ താക്കോൽ മറ്റൊരിടത്താണ് സൂക്ഷിച്ചിരുന്നത്. ആ താക്കോലെടുത്ത് ഈ ഇരുമ്പലമാരയുടെ ഒരു ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന ഒരു ഭാഗത്തെ സ്വർണം മാത്രമാണ് കവർച്ച ചെയ്തിരിക്കുന്നത്. അത് ഒറ്റയടിക്കാണോ കവർച്ച നടത്തിയത്, അല്ലെങ്കിൽ ഇടക്കാലയങ്ങളായി പകുതിയാണോ കൊണ്ടുപോയതെന്നുള്ള കാര്യത്തിലടക്കം സംശയം നിലനിൽക്കുകയാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഈ രാജകുടുംബാംഗങ്ങളൊക്കെ സ്ഥിരമായി കൊട്ടാരത്തിൽ താമസിക്കുന്നവരല്ല. അവർ ഇടയ്ക്ക് വിദേശത്തൊക്കെ പോകാറുണ്ട്. മറ്റ് വ്യക്തിപരമായ കാര്യങ്ങൾക്കൊക്കെ മറ്റിടങ്ങളിലൊക്കെ യാത്ര നടത്തുന്നവരാണ്. അപ്പോൾ ഇതിവിടെ സുരക്ഷിതമാണെന്ന തരത്തിലാണ് കൊട്ടാരത്തിൽ തന്നെ സൂക്ഷിച്ചിരുന്നത്. അതിനാൽ തന്നെ ഒരു യാത്രയുമായി ബന്ധപ്പെട്ട് യാത്ര പോകുന്നതിന് മുന്നോടിയായി തന്നെയാണ് ഗൗരി ലക്ഷ്മിഭായി സ്വർണ്ണാഭരണം ഉണ്ടോ എന്ന് ഒന്നുകൂടി പരിശോധിക്കുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിയുന്നത്. നിയമ നടപടി ആയി മുന്നോട്ട് പോകുവാനും ചില താമസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാജകുടുംബാംഗങ്ങളുമായി ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തതിനു ശേഷമാണ് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാമെന്ന് തീരുമാനിക്കുകയും തുടർന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് പരാതി നൽകുകയും ആ കേസ് അന്വേഷണത്തിന്റെ ചുമതല പേരൂർക്കട പോലീസിന് ഏൽപ്പിക്കുകയും ചെയ്തത്. പക്ഷേ ആ കേസ് അന്വേഷണം ഇപ്പോൾ വേഗത്തിലല്ല, ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിനാൽ തന്നെ ക്രൈംബ്രാഞ്ചിലേക്ക് അന്വേഷണം നീങ്ങും അല്ലെങ്കിൽ കൈമാറും എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ലഭിക്കുന്നത്. കൃഷ്ണരാജ്, ശരി, എങ്ങുമെത്തുന്നില്ല കവടിയാർ കൊട്ടാരത്തിലെ 2 കോടിയുടെ സ്വർണ്ണ കവർച്ചയിൽ അന്വേഷണം. ക്രൈംബ്രാഞ്ച് വന്നേക്കും എന്ന് MS വീണ റിപ്പോർട്ട് ചെയ്യുന്നു.